ഇപ്പോൾ എഡ്യൂഫ്ലെയറിൽ ഒരാൾ ഫയൽ തന്നു മുമ്പോട്ട് പോവുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കാൻഡിഡേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് എഡ്യൂഫ്ലെയർ ചെയ്യുന്നത്? എഡ്യൂഫ്ലെയറിൽ ഫയൽ നൽകുന്ന ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, കൺസൾട്ടൻസി ഫീസിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഫീസ് അടയ്ക്കുക എന്നുള്ളത് അവരുടെ ഒരു കർത്തവ്യമായി കരുതേണ്ടതാണ്. രണ്ടാമതായി അവരെ ജർമ്മൻ ലാംഗ്വേജ് പ്രൊവിഷ്യൻസി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് അവർ ചെയ്യേണ്ടത്. ഒരുപക്ഷെ പാർഷ്യൽ മൊഡ്യൂളിൽ വരുന്നൊരു വിദ്യാർത്ഥിയാണെങ്കിൽ അവർ ഫുൾ മൊഡ്യൂൾ ആവുന്നതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ചിന്തിക്കുകയും പഠിക്കുകയും പരീക്ഷ എഴുതുകയും പാസ്സാവുകയും ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമതായി അവരുടെ ലാംഗ്വേജ് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് എംപ്ലോയറുടെ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ സ്വയം പഠിക്കാൻ വേണ്ടി തയ്യാറാവണം. നാലാമതായി എഡ്യൂഫ്ലെയറിൽ നൽകുന്ന ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ്സുകളിൽ കൃത്യമായി പങ്കെടുത്ത് പഠിച്ച് എങ്ങനെയാണ് എംപ്ലോയറോട് സംസാരിക്കേണ്ട ചോദ്യത്തിന് എന്ത് ഉത്തരം പറയണം, എങ്ങനെയായിരിക്കണം കോൺഫിഡൻസ് ലെവൽ, എങ്ങനെയായിരിക്കണം ബോഡി ലാംഗ്വേജ്, എങ്ങനെയായിരിക്കണം അവരുടെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, അവരെങ്ങനെയാണ് പങ്കെടുക്കേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി എല്ലാം പഠിച്ച് മനസ്സിലാക്കി ക്വാളിറ്റിയോടുകൂടി ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഒരു സ്വഭാവവിശേഷമായിട്ടാണ് എഡ്യൂഫ്ലെയറിലേക്ക് കടന്നു വരേണ്ടത്. വേറെ യാതൊന്നും തന്നെ വിദ്യാർത്ഥികൾ എഡ്യൂഫ്ലെയർ ചെയ്യേണ്ടതില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും എഡ്യൂഫ്ലെയർ വിദ്യാർത്ഥികൾക്ക് ചെയ്തു കൊടുക്കും. അവരുടെ ഫയല് പ്രിപ്പയർ ചെയ്യുന്നത്, അവരുടെ പ്രോസസ്സിങ് ചെയ്യുന്നത്, അവരുടെ എംപ്ലോയറുടെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അവരെ ഹാജരാക്കുന്നത്, അതുപോലെ തന്നെ ഒരു എംപ്ലോയർ അവരെ റിജക്റ്റ് ചെയ്ത വേറൊരു എംപ്ലോയറുടെ മുന്നിലേക്ക് അവരെ ഹാജരാക്കുന്നത്, അവരുടെ CSP പോർട്ടലിൽ അവരുടെ ഫയൽ അപ്ലോഡ് ചെയ്യുന്ന കാര്യം, അവരുടെ വിസയ്ക്ക് വേണ്ടി VFSൽ സ്ലോട്ട് എടുക്കുന്ന കാര്യം, അവരുടെ വിസ ഇൻ്റർവ്യൂവിന് കൊണ്ടുവന്ന ഫയലുകൾ പ്രിപ്പയർ ചെയ്യുന്ന കാര്യം, അങ്ങനെ A to Z ജർമ്മനിയിലെത്തി അവരുടെ സ്കൂളിൽ അവർ ജോയിൻ ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും എഡ്യൂഫ്ലെയർ ഏറ്റവും ക്വാളിറ്റിയോടുകൂടി വിദ്യാർത്ഥികൾക്ക് ചെയ്തു കൊടുക്കും. വിദ്യാർത്ഥികൾ ഒറ്റ കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ, ലാംഗ്വേജ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നൊരു കാര്യം മാത്രമേ അവർ ചെയ്യേണ്ടതുള്ളൂ.